സുഖമായിരിക്കുന്നത് കേട്ടോ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വന്തം പുതിയ കുറച്ച് ന്യൂസ് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റുകളാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളെല്ലാം അറിയേണ്ട മനസ്സിലാക്കിയിരിക്കേണ്ട ന്യൂസുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ. സോ നിങ്ങളെല്ലാവരും അറിഞ്ഞ പോലെ തന്നെ ഒരു റീ ഇലക്ഷൻ ക്യാമ്പയിൻ പോയിട്ടുണ്ട്, ഒരു പെറ്റീഷൻ ക്യാമ്പയിൻ പോയിട്ടുണ്ട്. ഏകദേശം 2.6 മില്യൺ 7 മില്യണോളം സിഗ്നേച്ചറുകൾ ഓൾറെഡി വന്നിരിക്കുന്നു. ലേബർ ഗവൺമെന്റിന് ഒരു ചോദ്യചിഹ്നം പോലെ തന്നെ ആ ഒരു ക്യാമ്പയിൻ വന്നിരിക്കുന്നു. റീ ഇലക്ഷൻ ഉണ്ടാവുമോ എന്നുള്ളൊരു ചോദ്യം പലരും നമ്മുടെ അടുത്തും ചോദിച്ചു വന്നു തുടങ്ങി. അതുമാത്രമല്ല ചില ഇമിഗ്രേഷൻ അപ്ഡേറ്റുകളും അതിനൊപ്പം തന്നെ NHSന്റെ കുറച്ച് അപ്ഡേറ്റുകൾ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അപ്ഡേറ്റുകളും ഏവർക്കും സ്വാഗതം. അതുവരെ ഇൻഫോർമേറ്റീവ് സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ വിളിക്കാൻ എനേബിൾ ചെയ്യാം, ഷെയർ ചെയ്യുക സുഹൃത്തുക്കൾക്ക്. സോ ഗൈസ്, തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഒരു ക്യാമ്പയിൻ ഈ അടുത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാവും. നമ്മളിപ്പോഴാണ് കണ്ടിട്ടുണ്ടാവും അല്ലേ. എന്നാൽ അത് കുറച്ച് നാളുകളായിട്ട് ഈ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്, ഒരു പെറ്റീഷൻ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. നമ്മുടെ റീ ഇലക്ഷൻ കൊണ്ടുവരണം എന്നുള്ളത് നമ്മുടെ ലേബർ ഗവൺമെന്റ് വന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ ഒരു സിഗ്നേച്ചർ ക്യാമ്പയിൻ പോയിട്ടുണ്ടായിരുന്നു, നമ്മുടെ പെറ്റീഷൻ ക്യാമ്പയിൻ. അപ്പോൾ ഇതിനകത്ത് ഏകദേശം 2.7 മില്യണോളം ആളുകൾ സിഗ്നേച്ചർ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അന്ന് ഞാനൊരു 1 വീക്ക് മുമ്പൊക്കെ നോക്കുമ്പോൾ വളരെ കുറവായിരുന്നു, ഒരു 1000 അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. 1000 ഒരു 1 മില്യൺ അത്രത്തോളം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് പെട്ടെന്നാണ് കാട്ടുതീ പോലെ പടർന്നു പിടിച്ചതും പലത് ഏറ്റുപിടിച്ചതും അതിപ്പോൾ സിഗ്നേച്ചർ ക്യാമ്പയിൻ വന്നത് ചർച്ചാ വിഷയമായിട്ട് മാറിയിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഏകദേശം 2 മില്യൺ മേലെ 3 മില്യണോട് അടുത്തോളം ആളുകൾ ഓൾറെഡി സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ട് റീ ഇലക്ഷൻ വരണം എന്നുള്ളത്. അതായത് ലേബർ ഗവൺമെന്റ് മാറണം, റിസൈൻ ചെയ്യണം, റീ ഇലക്ഷൻ വരണം എന്നുള്ളത്. അതിന് തീർച്ചയായിട്ടും പല കാര്യങ്ങൾ പറയുന്നുണ്ട്. NIയുടെ മറ്റേ പേ റേസും അതുപോലെ തന്നെ ടാക്സ് റേസുകളും പല രീതിയിലുള്ള കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട്. ഈ ഇല്ലീഗൽ മൈഗ്രേഷൻ ഓവറായിട്ട് വർദ്ധിക്കുന്നു, കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് റീ ഇലക്ഷൻ ഒരു ക്യാമ്പയിൻ വരാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതല്ലാതെയും മറ്റ് പല കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ പുറകിൽ. ഈ പറഞ്ഞ സിഗ്നേച്ചർ എടുത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കാരണങ്ങളുണ്ടാവും എന്തിനാണ് ഇപ്പോൾ ഈ സിഗ്നേച്ചർ സൈൻ ചെയ്തവർക്ക് എല്ലാവർക്കും ഉണ്ടാവും. എന്തായാലും നമ്മളൊരിക്കലും ഈ ഒരു ക്യാമ്പയിൻ കണ്ടിട്ടില്ല, അധികം നാളായിട്ട് അറിഞ്ഞിട്ടില്ല. ഈ അടുത്താണ് നമ്മൾ അറിയാനായിട്ട് സാഹചര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. റീ ഇലക്ഷൻ ഉണ്ടാവുമോ എന്നുള്ള ചോദ്യമാണ്. ഒരിക്കലും ഇല്ല, റീ ഇലക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇല്ല. ഓക്കെ, കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ലാൻഡ് സ്ലൈഡ് വിക്ടറി ആയിട്ടാണ് ലേബർ ഗവൺമെന്റ് ഇപ്പോൾ അധികാരം പിടിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാമ്പയിൻ ഉണ്ടാകുമ്പോൾ തന്നെ ചർച്ചകളുണ്ടാവും, പല MPകളും കാര്യങ്ങളെല്ലാം വെച്ച് ചർച്ചകളുണ്ടാവും. പാർലമെന്റിൽ കമ്മിറ്റി ഇത് ചർച്ച ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വലിയൊരു കാര്യം ഉണ്ടാവില്ല ഇതിനകത്ത്. ഈ ഒരു പെറ്റീഷൻ ക്യാമ്പയിനൊക്കെ വന്നിട്ടും ഒരു കാര്യം ഉണ്ടാവില്ല. ഗവൺമെന്റിനെ ജസ്റ്റ് പ്രഷർ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. സോ ഗവൺമെന്റിന് കുറേ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനും റീതിങ്ക് ചെയ്യാനും കാര്യങ്ങളെല്ലാം ഇങ്ങനെയുള്ള ക്യാമ്പയിനുകൾ ഉപകാരപ്പെടും, അത്രേ ഉള്ളൂ. വേറെ വലിയ അതിനകത്ത് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ ഈ ക്യാമ്പയിൻ്റെ പിന്നിൽ പല കാര്യങ്ങളും അജണ്ടകളും ഓൾറെഡി ഉണ്ടല്ലോ. സോ ഇല്ലീഗൽ മൈഗ്രേഷൻ ആവട്ടെ, പല കാര്യങ്ങളും. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് തന്നെ ഇന്ന് ഒരു നല്ല രീതിയിലുള്ള ചർച്ച നടക്കുന്നുണ്ട്. കാരണം എന്താ ചർച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാമറിന്റെ ഇപ്പം ഈ ഒരു ക്യാമ്പയിനൊക്കെ ബന്ധപ്പെടുത്തിയുള്ള കുറേ ചർച്ച നടക്കുന്നുണ്ട്. അതിനകത്ത് ഇമിഗ്രേഷനെ കുറിച്ചും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതായത് ഇപ്പോൾ നമുക്കറിയാം ഈ അടുത്ത റീസെന്റ് ബഡ്ജറ്റിനകത്ത് ടാക്സ് റേസും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. NID ആണെങ്കിലും മറ്റു പലതിൻ്റെ ആണെങ്കിലും അതൊക്കെ വീണ്ടും പാർലമെന്റ് ചർച്ച ചെയ്യുന്നുണ്ട്. അതിലൊന്നും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ നമുക്ക് കിട്ടിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഇനി അടുത്ത ഒരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം PM സ്ഥാനത്തിലേക്കൊക്കെ വരുന്ന പ്രതിനിധി. ഓക്കെ, സോ കെമി ബെനഡോക്ക് അനൗൺസ് ചെയ്തിരിക്കുന്ന കുറച്ച് ഇമിഗ്രേഷൻ പോളിസികളാണ്. ഇതൊക്കെ നിലവിൽ വന്നാലേ പറ്റുള്ളൂ, ഗവൺമെന്റിനെ പ്രഷർ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഇപ്പോഴുള്ള ഒരു ഗവൺമെന്റിന്റെ പോക്ക് വെച്ചിട്ട് അടുത്ത ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ അടുത്ത ഇലക്ഷൻ ഇപ്പോൾ വരാൻ ചാൻസ് ഇല്ല എങ്കിലും പറയുവാണ്, അടുത്ത ഇലക്ഷനിൽ ഇവർ ജയിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി കടുപ്പിക്കാവുന്ന കുറച്ച് നിയമമാറ്റങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. നമുക്കൊന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് ന്യൂമറിക്കൽ ക്യാപ്പ് വിത്ത് visa only for those who will make a substantial and clear overall contribution. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ന്യൂമറിക്കൽ ക്യാപ്പ് കൊണ്ടുവരിക എന്നുള്ളതും, പിന്നെ എ ഫുള്ളി ട്രാൻസ്പെറൻറ്റ് അപ്രോച്ച് പബ്ലിഷിംഗ് ഓൾ ദ ഡാറ്റ so that for the first time everyone can see the real cost and benefit of different type of migration. അതായത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള, അപ്പം നമ്മുടെ അയർലൻഡ് ഗവൺമെൻറ് ഒക്കെ കാണിക്കുന്ന പോലത്തുള്ള എത്ര പേര് വരുന്നു, ഏതൊക്കെ കമ്പനിയിൽ വരുന്നു, എന്തൊക്കെ ജോലിയിൽ വരുന്നു, അതിൻ്റെ ഡാറ്റയും അതിൻ്റെ ഒരു കോസ്റ്റും കാര്യങ്ങളെല്ലാം അത് ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയിട്ട് പബ്ലിക്കിന് ലഭിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കൊണ്ടുവരണം എന്നുള്ളതും പറയുന്നുണ്ട്. പിന്നെ എ റെക്കഗ്നൈസ്ഡ് അപ്രോച്ച് ടു സിറ്റിസൺഷിപ്പ് ആൻഡ് സെറ്റിൽമെൻറ്റ്, മേക്കിംഗ് ദ പാത്ത് ടു ബ്രിട്ടീഷ് പാസ്പോർട്ട് എ പ്രിവിലേജ് ടു ബി ഏൺഡ്, നോട്ട് ആൻ ഓട്ടോമാറ്റിക് റൈറ്റ്. അതായത് ഇപ്പോൾ ഈ സിറ്റിസൺഷിപ്പ് അതുപോലെ തന്നെ ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് ആൻഡ് സെറ്റിൽമെൻറ്റ് സ്കീം ഒന്നൊന്ന് റീകൺസിഡർ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് പ്രിവിലേജ് അല്ല, പക്ഷേ
ഇത് ഓട്ടോമാറ്റിക് റൈറ്റ്സ് ആയിട്ട് മാറുന്നതിന് പകരം ഇതൊരു പ്രിവിലേജ് ആയിട്ട് മാറണം. അതിന് വേണ്ടിയുള്ള ഒരു റീകൺസിഡറേഷൻ അല്ലെങ്കിൽ അതിനകത്തൊരു പുതിയൊരു അപ്രോച്ച് കൊണ്ടുവരും എന്നുള്ളതും കൂടിയിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ 0 ടോളറൻസ് ഫോർ ഫോറിൻ ക്രിമിനൽസ്, അത് നല്ല കാര്യമാണ്. അതിപ്പോൾ ഏത് ക്രിമിനൽസ് ഏത് രാജ്യത്ത് നിന്ന് വന്നാലും കണ്ണടച്ച് ഒന്നും നോക്കാതെ തന്നെ നടപടിയെടുക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും. പിന്നെ ആൻഡ് ഓഫ് കോഴ്സ് ആൻ എഫക്റ്റീവ് ഡിഫറൻസ് ഫോർ ഇല്ലീഗൽ മൈഗ്രേഷൻ. ഇല്ലീഗൽ മൈഗ്രേഷൻ്റെ എഫക്റ്റീവ് ഒരു എന്താ പറയുക ട്രീറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ കൊണ്ടുവരുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കെമി ബെനഡോക്ക് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മീൻസ് എന്താണ് അത്രയ്ക്കും സ്വീകാര്യതയുള്ളൊരു കാര്യമല്ല. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ വരണ്ടേ എന്നുള്ള കാര്യം നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രയ്ക്കും കെയർ ആയിട്ട് അത്രയ്ക്ക് നമുക്ക് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത്രയും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ഇവരുടെ ഇപ്പോഴത്തെ തീരുമാനങ്ങൾ. പക്ഷേ ഇതിനകത്ത് ഗവൺമെൻറ് നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഈ പറഞ്ഞ ലേബർ പാർട്ടി ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞ പല കാര്യങ്ങൾ തന്നെയാണ് കൺസർവേറ്റീവ് പാർട്ടി നിലവിൽ വന്നപ്പോൾ അല്ലെങ്കിൽ കൺസർവേറ്റീവ് പാർട്ടി നിയമങ്ങളായിട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ടൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളും മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അവർ പറഞ്ഞു, അത് ഇവർ നിയമങ്ങളാക്കി. ഓക്കെ, അതെല്ലാ ഭരണ പാർട്ടിയും ഇല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പാർട്ടികളും ഭരിക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ അവരുടെ നല്ല നയങ്ങൾ എടുക്കുക, അത് നിയമങ്ങളാക്കുക എന്നുള്ളത് വളരെ എല്ലാ പാർട്ടികളും ചെയ്യുന്നതാണ്. ഓക്കെ, മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കെമി ബെനഡോക്ക് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഇമിഗ്രേഷൻ നമ്പേഴ്സ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ പാർട്ടി ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ നോക്കണ്ട. കാരണം ഇത് കൺസർവേറ്റീവ് പാർട്ടി ചെയ്തിട്ട് പോയതിൻ്റെ ഫലം മാത്രമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇല്ലീഗൽ മൈഗ്രേഷനിൽ നേരെ തിരിച്ചാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇല്ലീഗൽ മൈഗ്രേഷൻ. ബട്ട് ലീഗൽ മൈഗ്രേഷൻ കൂപ്പ് കൊത്തിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 80% മേലെ ഇവിടത്തുള്ള കെയറേഴ്സിൻ്റെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സ്റ്റാഫ്സിൻ്റെ എന്താ പറയുക ഇങ്ങോട്ട് വരുന്ന ഒരു വരവ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷനും അവിടെയുണ്ട്. സോ ഇതൊക്കെയാണ് ഇപ്പോൾ ഇമിഗ്രേഷൻ അപ്ഡേറ്റ് ആയിട്ടുള്ളത്. അതുമാത്രമല്ല NHSൻ്റെ റിക്രൂട്ട്മെൻറ്റ് കേസോ കാര്യങ്ങളൊക്കെ പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനകത്തൊന്നും ഒരു അപ്ഡേറ്റുകളും വന്നിട്ടില്ല. പിന്നെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ ചില ട്രസ്റ്റുകൾ നമുക്കറിയാം കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങൾ നോക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ വെയിൽസ് ഗവൺമെൻറ് ചെയ്യുന്ന പോലെ തന്നെ യോർക്ക്ഷയർ ഗവൺമെൻറ്റും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അപ്ഡേറ്റുകൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാനത് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ NHS ബോസസ് ഹൂ സൈലൻസ് വിസിൽ ബ്ലോവർ കുഡ് ലൂസ് ജോബ്സ്. അതായത് ഈ വിസിൽ ബ്ലോവേഴ്സിനെ ഭീഷണിപ്പെടുത്തി ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഇവരുടെ സ്വരം ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കംപ്ലൈൻറ്റുകൾ കൺസിഡർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ NHS ബോസസിൻ്റെ ജോലി പോവും എന്നുള്ളൊരു ന്യൂസും വന്നിട്ടുണ്ടോ? നല്ലൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിസിൽ ബ്ലോവേഴ്സ് അത്യാവശ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസേൺസിന് റേസ് ചെയ്യണം. അവിടെ സംതിങ് നോട്ട് ഗോയിങ് ഗുഡ് എന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് റേസ് ചെയ്യണം. അങ്ങനെ റേസ് ചെയ്യുന്നവരെ വായടപ്പിക്കുന്ന നിയമങ്ങൾ ഇല്ലെങ്കിൽ വായടപ്പിച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ NHSകളിലാവട്ടെ മറ്റ് വർക്ക് സ്പേസുകളിലാവട്ടെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള എന്താ പറയുക ശിക്ഷകൾ, അങ്ങനെ അടപ്പിക്കുന്നവർക്ക് ശിക്ഷകൾ കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെയും ഒരു നല്ലൊരു അഭിപ്രായത്തിൽ. കാരണം വെച്ചാൽ ഈ ഒരു നിയമം ഇപ്പോൾ ഗവൺമെൻറ് പാസ്സാക്കാൻ പോകുന്ന ഒരു പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു പബ്ലിക് എന്താ പറയുക വോട്ടിംഗ് ഒരു ഇതിനു വേണ്ടി പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു സംഭവം വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു നല്ലൊരു കാര്യമാണ്. കാരണം എല്ലാ സെക്ടേഴ്സിലേക്കും, അത് പബ്ലിക് എന്നില്ല പ്രൈവറ്റ് എല്ലാ സെക്ടേഴ്സിലും വരണം, കെയർ ഹോമുകളിൽ വരണം, എല്ലാവരുടെയും വരണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള കൺസേൺസിന് റൈസ് ചെയ്യുന്ന സമയത്ത് ടെർമിനേറ്റ് ചെയ്യുന്നതും ഭീഷണിപ്പെടുത്തുന്നതും പറഞ്ഞു വിടുന്നതും പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ NHSൽ തന്നെ പലരും ഇങ്ങനെയുള്ള കുറേ പ്രോബ്ലംസ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ അവിടെയുള്ള റേസിസത്തിനെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അവിടെയുള്ള കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് പല പ്രശ്നങ്ങൾ കാണിച്ചു എന്ന് പറഞ്ഞപ്പോൾ നേരെ ഗവൺമെൻറ് മാനേജേഴ്സ് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവരെ സൈഡിലാക്കുന്ന കാര്യങ്ങൾ, ഇവരെ ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങൾ, അങ്ങനെ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് ഡയറക്റ്റ്ലി വന്നിട്ടുണ്ടായിരുന്നു. സോ അതിനൊരു വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു. പിന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്ത് വേണ്ട എന്ന് വെച്ച് വിട്ടതായിരുന്നു. സോ ഗൈസ്, അതിനൊരു നിയമങ്ങൾ കൊണ്ടുവരുന്നു. അങ്ങനെ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ തടയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പുറത്തു വരാതിരിക്കാൻ മറ്റാരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാം പണി പോകുന്നൊരു നിയമമാണ്, പ്രപ്പോസലാണ് വന്നിരിക്കുന്നത്. സോ അത് അപ്രീഷിയേറ്റ് ചെയ്യാം. ഇത് മാത്രമല്ല, ഇത് നമ്മുടെ ആൾക്കാരും ചെയ്യുന്നുണ്ടാവാം, അവരും ശ്രദ്ധിക്കുക എങ്ങനെയുള്ള നിയമങ്ങൾ വരുന്നു എന്നുള്ളതും. സോ ഗൈസ്, ഇന്ന് കുറച്ച് ചെറിയ അപ്ഡേറ്റുകൾസ് മാത്രമേ ഉള്ളൂ. എന്തായാലും ചാനൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാം. കടം ബൈ.